നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, നീ എന്തിനാ മൈഥിലി കരയുന്നത്? മൈഥിലി, എന്റെ കുഞ്ഞല്ലേടാ അത്. ഞാനൊന്ന് എടുക്കാൻ നോക്കിയപ്പോ അതെന്റെ കയ്യിൽ വന്നു. ഞാൻ കൈ നീട്ടിയപ്പോ കുഞ്ഞു മുഖം തിരിച്ചു കളഞ്ഞു. നിനക്കെന്താടി വട്ടുണ്ടോ മൈഥിലി? എടി, ആ പിഞ്ചു കുഞ്ഞ് ഇതുപോലെ അറിയുന്നുണ്ടോ? തിരിച്ചറിവില്ലാത്ത കുഞ്ഞു വന്നില്ലെന്നും പറഞ്ഞ് അവളുടെ ഒരു കരച്ചില്. എന്നാലും ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലേടാ അത്. നീ പ്രസവിച്ചെന്നും പറഞ്ഞ് നിനക്കിഷ്ടമില്ലാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ നീ വലിച്ചെറിഞ്ഞിട്ട് എന്റെ കൂടെ വന്നത്. അത് നിന്റെ കുഞ്ഞല്ല. നിനക്കാ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് നീ അങ്ങോട്ട് കരുതിയാ മതി. ഞാനൊരമ്മയാടാ. ഒരമ്മയുടെ മനസ്സ് എത്ര പറഞ്ഞാലും എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കുഞ്ഞിനോട് ഇത്രയും കണ്ട് ഭയങ്കര പ്രിയം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഗർഭിണിയായ ശേഷം നീ എന്നോടുള്ള പ്രിയം അങ്ങ് കുറയ്ക്കണമായിരുന്നു. നമ്മൾ തമ്മിലുള്ള പ്രണയബന്ധം വേണ്ടാന്നങ്ങ് വെക്കണമായിരുന്നു. ഇതിപ്പോ എന്നെയും വേണം കുഞ്ഞിനെയും വേണമെന്ന് തീരുമാനിച്ചാലേ അത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമല്ല. നിന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലേ എടീ, വെറുതെ എന്നെ വലയ്ക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മറ്റുള്ളവരുടെ നോട്ടത്തില് ഞാൻ വളരെ മോശക്കാരനായി. എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു ക്രിമിനലായി. മൈഥിലി, കുഞ്ഞിന്റെ ഓർമ്മകൾ മാത്രമാണോ നിന്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിനെ അറിയൂ. നീ എന്താ അർത്ഥമാക്കുന്നത്? അർത്ഥം ഒന്നേ ഉള്ളൂ. അത് പല പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളതാ. എന്റെ സംശയം ഓരോ ദിവസം ചെല്ലും തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ എന്താ നിന്റെ സംശയം? കുഞ്ഞിനെ മാത്രമല്ല, ആ കാർത്തിയെ പോലും നിനക്ക് മറക്കാൻ കഴിയുന്നില്ല. വൈശാഖേ, എന്താ ഞാൻ പറയുന്നത് സത്യമല്ലേ? ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്നെ ഇങ്ങനൊന്നും പറഞ്ഞു വിഷമിപ്പിക്കില്ലേ വൈശാഖേ? ഇടി മൈഥിലി, യാഥാർത്ഥ്യം എങ്ങനെ ഞാൻ മറച്ചു വെക്കും? നീ ചെമ്പകമംഗലം വിട്ട നാള് മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിന്റെ മുഖവും മനസ്സും ഒക്കെ. എടി, നിന്റെ മനസ്സ് ഇപ്പോഴും അവരോടൊപ്പാ, എന്നോടൊപ്പം ഒന്നുമല്ല. വൈശാഖേ, ഇതിന്റെ അവസാനം എന്താണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.